ഹലോ, അസ്സലാമു അലൈക്കും. കുറേ ദിവസമായില്ല നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു പായസം ഉണ്ടാക്കില്ല. സ്പെഷ്യൽ ഡേ ഒന്നുമല്ല, വെറുതെ ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ കടലപ്പായസം കേട്ടോ. നമ്മൾ കറി വെക്കുന്ന കടലല്ലേ, അത് കടല ഉണ്ടാക്കിയ പായസമാണ്. എങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തലേന്ന് നമ്മൾ കടല പുതിർത്തി വെക്കും. പുതിർത്തി വെച്ചിട്ട് അതിൻ്റെ തൊലി കളയുക. പുതിർത്തുന്ന കഴിഞ്ഞാൽ പിന്നെ തൊലി കളയാൻ സിമ്പിളാണല്ലോ. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത കടല പിറ്റേന്നല്ല അന്ന് തന്നെ ആക്കാനാണ് അന്ന് തന്നെ ആക്കുക. നമ്മളത് പിറ്റേന്നായത് കാരണം അത്രക്കും തോനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത് കുക്കറിലിട്ട് വേവിക്കുക. നല്ലോണം കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള ശർക്കര നല്ലോണം ഉരുക്കിയെടുക്കുക. ശർക്കര പാനിയാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ആ ശർക്കരയിലേക്ക് നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരിപ്പൊടി നല്ലോണം കുഞ്ഞു ബോളാക്കിയിട്ട് ഉരുട്ടിയിട്ട് ആ ശർക്കര പാനിയിലേക്ക് ഇടുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളതാ ഇതില്ലേ നമ്മളെ കടലേൻ്റെ വേവിച്ച് ഇതിലേക്ക് ഈ ശർക്കര പാനിയും ഈ നമ്മളെന്താ പറയുക ഉരുട്ടി വെച്ച മാവില്ലേ പരിപ്പൊടീൻ്റെ അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ പാലും കൂടി ഒഴിക്കുക. കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് മധുരം പോരാന്നാണെങ്കിൽ കുറച്ച് മധുരം ഇടാം, അല്ല മധുരം അത് മതിയെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ വറവില്ല തൂമിക്കുക താളിക്കുക പറയും. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് 6 kg നെയ്യ് നമ്മൾ 6 kg നെയ്യോടെ യൂസ് ചെയ്യണം. വേണമെങ്കിൽ ഓയിലും ഒക്കെ യൂസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ വെളിച്ചെണ്ണയാകുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും, ഓയിലാകുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും, നെയ്യാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് നെയ്യായിട്ട് യൂസ് ചെയ്തോടാ. അപ്പം കുറച്ച് അണ്ടി മുന്തിരി നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലൊരു കട്ടി ഉണ്ടാവും, അത്യാവശ്യം കട്ടിയിൽ വരണം കേട്ടോ. പിന്നെ ഇനിയുള്ളത് വെറും പട്ടിച്ചോ, കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെറും പട്ടിച്ചോ. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ നമ്മളെ പായസം അവിടെ റെഡി ആക്കി കേട്ടോ. അങ്ങനെ നമ്മളിത് ഇപ്പം പോകുന്നത് മൂത്തൻ്റെ അവിടേക്കാണ്. മൂത്തക്ക് ഈ പായസം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ ഇവിടെ ആക്കിയതുകൊണ്ട് കുറച്ച് മൂത്ത് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങോട്ടേക്കാട്ടോ പോകുന്നത്. മൂത്തൻ്റെ വീട് പറഞ്ഞ് കുറച്ച് 2 സ്റ്റോപ്പ് കഴിയണം, 3 സ്റ്റോപ്പ് കഴിഞ്ഞാൽ മൂത്തൻ്റെ വീട് എത്തിട്ടോ. അപ്പോൾ അറിയുന്നൊരു ഓട്ടോക്കാരെ കൂടി ഓരോ കൂടാട്ടോ അങ്ങ് പോയത്. ഇതാണ് നമ്മൾ കുന്നമംഗലം മുക്കം വൈക്ക് പോകുന്ന റോഡാട്ടോ. അപ്പം ഇതാ മൂത്തൻ്റെ അവിടേക്ക് എത്തി. ഈ വീടല്ല, ഇനി 2ാമത്തെ വീടാണ് മൂത്തൻ്റെത്. മൂത്തയുടെ പായസം കൊടുത്ത് മൂത്തൻ്റെ വക അവൾ പണ്ട് ചെയ്യുമല്ലോ, സാധനം കൊടുത്ത് സാധനം വാങ്ങുക. അതുമാതിരി പായസം കൊടുത്ത് മൂത്ത് തിരിച്ചിങ്ങോട്ട് ചക്കയും തന്നിട്ടാണ്. അതും കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ചക്കയും ഉണ്ടേനു ചക്കക്കുരു ഉണ്ടേനു. അപ്പം അതും കൊണ്ട് നേരെ തിരിച്ചു പോകുന്നത്. ഇതാണ് നമ്മളെ കോഴിക്കോട് കുന്നമംഗലം ബസ് സ്റ്റാൻഡ്. ഇത് മേലെ ബസ് സ്റ്റാൻഡ്, ഇത് താഴെ ബസ് സ്റ്റാൻഡ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.